ക്രിസ്മസിൻ്റെ തലേദിവസം 24-ാം തീയതി എടുത്ത വീഡിയോ ഉണ്ട്. അമ്മയുടെ ലഗേജ് അമ്മയ്ക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് കിട്ടി. പിന്നെ രാത്രി 10 മണിക്കായിരുന്നു ഇവിടെ കുർബാന തുടങ്ങണേ ക്രിസ്മസിൻ്റെ. അതിന് പോയി. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരെ പരിപാടിയൊക്കെ ഉണ്ടായി. ഈ പടം ഇറങ്ങിയ പിന്നെ ഈ പാട്ടില്ലാത്ത ഒരു ക്രിസ്മസ് പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളൊക്കെ വീട്ടിൽ പോയി. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പുൽക്കൂട്. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് രാവിലെ ഞാനും പപ്പയും പോയി പടക്കമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങി. അന്നത്തെ ദിവസം അങ്ങനെ പടക്കമൊക്കെ കത്തിച്ച് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഐസ് ഫ്രൂട്ടുകാരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കോൺ ഐസും പിന്നെ പായസത്തിൻ്റെ ഒരു ഐസ് ഫ്രൂട്ടാണ് അമ്മ വാങ്ങിക്കാൻ വേണ്ടി നിന്നത്. പക്ഷേ നടന്നില്ല. അത് പാലൈസായി പറ്റിച്ചയാൾ. എപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയാലും ഇതുപോലെ ബ്ലോക്ക് ഞങ്ങളവിടെ എത്തുമ്പോൾ അയാൾ കാണിക്കും. ഇപ്പം ചീയാപ്പാറ വാട്ടർഫോൾസിൽ വെള്ളമൊന്നുമില്ല, എങ്ങും വെള്ളമില്ല. അത് പറയായിട്ട് പിന്നെ സ്ഥിരം ഞങ്ങളെ സ്ഥലത്ത് കയറി അവിടെ നിന്ന് അതൊക്കെ അവിടെ കുഞ്ഞു പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വിങ്സൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വെച്ച് വീട് പൂരപ്പറമ്പ് പോലെ അപ്പൻ അരങ്ങടിച്ചിട്ടുണ്ടായി. പിന്നെ ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഓർമ്മ അതിഥി. അത് കഴിഞ്ഞ് അവിടെയും ഒരു ലോഡ് പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജോഡിക്ക് എന്താണോ പടക്കം ഭയങ്കര പേടിയാണ്. ആ പടക്കം പേടിയതിൻ്റെ കിട്ടിയോ പടക്കമൊക്കെ പൊട്ടിക്കണ്ടായി. അത് തന്നെ നോക്കുമ്പോഴത്തേക്കും അപ്പൻ അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ കിട്ടും. എന്തൊക്കെ ഓരോ നൊസ്റ്റാൾജിയുടെ പുറത്ത് ഓരോരോ അടിപൊളിയാണ്. പക്ഷേ പിന്നെ അവിടെ നിന്ന് ഈ റോക്കറ്റൊക്കെ വിട്ട് ആദ്യമായിട്ടാണ് മനുവിൻ്റെ റോക്കറ്റ് മുകളിലോട്ട് പോകണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ അമ്മായപ്പനും മരുമോനും കൂടി നിന്ന് തച്ചിൽ പടക്കം പൊട്ടിക്കണ്ടായിരുന്നു. ഞാനും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാണിച്ച് പറയുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പിടിച്ചു. ഇത് ശ്രദ്ധിക്കുക ഗൈസ്, ഇതുപോലെ മത്താപ്പ് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അപ്പം കമ്പത്തിരി 2 ഇട്ട് ഇങ്ങനെ കത്തിച്ച് പിന്നെ 10 കമ്പത്തിരി കൂട്ടിയിട്ട് കത്തിച്ചാലും കൈ പൊള്ളും. അതാണിതത്. ഓക്കേ, അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷം, ക്രിസ്മസിൻ്റെ വിശേഷം. അത്ര ബൈ.